കളക്ടർ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളെ കൊഴിപ്പിക്കണം, കെട്ടിടം പൊളിച്ചിടണം, പൊളിച്ചു പണിയാനുള്ള പൈസ എവിടെ നിന്ന് വരുന്നുള്ളതിന് വരെ തീരുമാനമില്ല. അത് ആർക്കും കൊടുക്കും എന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ നിന്ന് ഇതിന് കാര്യങ്ങൾക്ക് വ്യക്തതയില്ലാതെ ഇവിടെ നിന്ന് ഒഴിയാൻ ഞങ്ങൾക്ക് പറ്റില്ല. വേറെ സ്ഥലമല്ലേ പോകാനായിട്ട്. ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് കളക്ടർ പറയുകയാണ് നിങ്ങളെല്ലാവരും ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ കിടന്ന് മരിക്കാൻ തയ്യാറാണ്. വേറെ ഗതിയില്ലാത്തതുകൊണ്ട്. കരയില്ല, സോൾജറാണ്, പട്ടാളക്കാരനാണ്, കണ്ണീന്ന് വെള്ളം വരണ്ട്, എന്നാലും കരയില്ല. AWO ജൂണിൽ പറഞ്ഞ അന്ത്യശാസനം നിങ്ങൾ ഇവിടുന്ന് ഇറക്കിയില്ലേ, നിങ്ങളുടെ പേരിൽ ലീഗൽ ആക്ഷൻ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിയില്ല, അവർ ലീഗൽ ആക്ഷൻ എടുക്കും. ആയുസിന്റെ പകുതിയോളം രാജ്യത്തെ സേവിച്ച സൈനികർ പിന്നീട് വിരമിച്ചപ്പോൾ കുടുംബത്തോടൊപ്പം ജീവിക്കാൻ തിരഞ്ഞെടുത്തതാണ് കൊച്ചി വൈറ്റില സിൽവർ സാൻഡ് ഐലൻഡിലെ ഈ കാണുന്ന ചന്ദർകുഞ്ച് ഫ്ളാറ്റ്. എന്നാൽ ചുരുങ്ങിയ വർഷം കൊണ്ട് ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ ഈ ഫ്ളാറ്റ് പൊളിച്ചു നീക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവ്. 2018 ലക്ഷങ്ങൾ മുടക്കിയാണ് ഉടമകളായ സൈനികർ ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷൻ നിർമ്മിച്ച ഫ്ളാറ്റ് ഏറ്റെടുത്തത്. എന്നാൽ 208 ഫ്ളാറ്റുകൾ ഉൾക്കൊള്ളുന്ന B-C ടവറുകളുടെ നിർമ്മാണ പിഴവുകൾ പിന്നാലെ പുറത്തുവന്നു. ഫ്ളാറ്റ് ഉടമകളായ സൈനികരുടെ വർഷങ്ങളുടെ നിയമപോരാട്ടത്തിനൊടുവിലാണ് 31 നിലകളുള്ള B-C എന്നീ ടവറുകൾ പൊളിച്ചു നീക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. 31 നിലകളുള്ള ആർമി ഫ്ളാറ്റിന്റെ ബേസ്മെന്റിലാണുള്ളത്. ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞതായിട്ടുള്ള തൂണുകൾ മാത്രമാണ് കാണാനുള്ളത്. ഈ വേനൽക്കാലത്തും കണിയാൻപുഴയിലെ വെള്ളം ഈ ആർമി ഫ്ളാറ്റിലേക്ക് ഒഴുകുകയാണ്. കൂടാതെ ഓരോ ഗ്രാനൈറ്റുകളും താങ്ങി നിർത്തുന്നത് വെറും സെലോ ടാപ്പുകളാണ്. ഇത്തരത്തിൽ ജീവൻ പണയം വെച്ചാണ് സൈനികർ ഈ ഫ്ളാറ്റിൽ കഴിയുന്നത്. ഈ സ്ലാബുകളുടെ താഴെയുള്ള ബേസ്മെൻറ്റിലെ സീലിംഗ് ആണ് ഇതിനു മുമ്പ് നമ്മൾ കണ്ടത്. എല്ലാ സ്ലാബും എല്ലാ ഫ്ലോറിലും ഇതുപോലെ തന്നെയാണ്. കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണ് ഒട്ടുമിക്ക ബേസ്മെന്റിന്റെ ഭാഗത്തും ഈ കമ്പികൾ മാത്രമാണ് പുറത്തു കാണുന്നത്. കമ്പികളെല്ലാം ഒട്ടുമിക്കതും തുരുമ്പിച്ച് വീഴാനായത്. സീലിംഗിൽ കണ്ടതിലും കൂടുതൽ മോശമായിട്ട് തുരുമ്പ് പിടിച്ച് കമ്പിയും സ്ലാബും പൊട്ടി പോന്നു പോകും. ഫ്ളാറ്റിന്റെ ദുരവസ്ഥ മറ്റൊരു ഭാഗത്തു നിന്നും ക്യാമറയിൽ പകർത്തുമ്പോഴാണ് ശബ്ദം കേട്ട് ഈ ഭാഗത്തേക്ക് എത്തിയത്. നോക്കുമ്പോഴിതാ കൺമുന്നിൽ കോൺക്രീറ്റ് പാളി അടർന്നു വീണിരിക്കുന്നു. ഒരിക്കലും നമ്മൾ ഒരു ക്വാളിറ്റിയിലുള്ള ഇൻഫീരിയോറിറ്റി പ്രതീക്ഷിക്കുന്നില്ല. AWO മാതിരിയുള്ള സ്ഥാപനത്തിൽ പ്രൈവറ്റിനേക്കാളും ബെറ്റർ ക്വാളിറ്റി ആണ് എക്സ്പെക്റ്റഡ്. അതനുസരിച്ചിട്ടാണ് ഞാനും 4 വർഷം മുമ്പ് ഇവിടെ ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങിയത്, ഇവിടെ ഒരു ഫ്ലാറ്റ് വാങ്ങിയത്. അത് ഇത്രമാത്രം മോശമാണ് എന്ന് ഒരിക്കലും അന്ന് വിചാരിച്ചിരുന്നില്ല. ഇപ്പോൾ നടക്കുന്ന സംഭവവികാസങ്ങളും ഇപ്പോൾ അതിനു വേണ്ട കോമ്പൻസേഷനോ ഇല്ലെങ്കിൽ അതിനു വേണ്ട റീബിൽഡിങ് ഇതോ അതൊന്നും ഒട്ടും പ്രൊഫഷണലായിട്ടല്ല നടക്കുന്നത്. AWO ജൂണിൽ പറഞ്ഞ അന്ത്യശാസനം നിങ്ങൾ ഇവിടുന്ന് ഇറക്കിയില്ലേ, നിങ്ങളുടെ പേരിൽ ലീഗൽ ആക്ഷൻ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിയില്ല, അവർ ലീഗൽ ആക്ഷൻ എടുക്കുന്നു. അവരുടെ പ്രോപ്പർട്ടി ആണോ ഇത്? ഞാനൊരു ജീവിത സമ്പാദ്യം മുഴുവൻ കൊടുത്ത് വാങ്ങിയ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയില്ല, അവർ ലീഗൽ ആക്ഷൻ എടുക്കുന്നു. ഞങ്ങളെവിടെ പോകും? എന്ത് ചെയ്യും? വാട്ട് ക്രൈം ഹാവ് വി കമ്മിറ്റഡ് except trusting the army, which we thought is the pride of the nation? Defending the nation, but you cannot defend people who are served. ചന്ദർകുഞ്ച് ഫ്ളാറ്റ് പൊളിച്ച് പുനർനിർമ്മിക്കണമെന്ന് മാത്രമാണ് ഹൈക്കോടതി ഉത്തരവിലുള്ളത്. അതെത്രയും പെട്ടെന്ന് നിർവഹിക്കാൻ കളക്ടറെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ എന്തുകൊണ്ട് ഫ്ളാറ്റ് നിർമ്മിച്ച ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷനെതിരെ നടപടി സ്വീകരിക്കുന്നില്ല? ഇത് തന്നെയാണ് രാജ്യത്തെ വർഷങ്ങളോളം സേവിച്ച സൈനികർക്കും ചോദിക്കാനുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി ശ്രീജിതാരാജ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.